പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നു. ഈ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടിയം SHO സുനിൽകുമാർ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് കവറുകളിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മുസ്തഫ ഗദാഫി രണ്ടുപേരും ബീഹാറിലെ മധുബനി ജില്ല സ്വദേശികളാണ്. ഇവരെ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇത് അവർ അതിഥി തൊഴിലാളികൾക്കും ആ പ്രദേശത്തെ സ്കൂൾ പരിസരത്ത് ഉള്ള കടകളിലടക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ചാത്തന്നൂർ, കൊട്ടിയം, ഉമേനല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഷങ്ങളായി സുഗന്ധമുറുക്കാൻ വിൽക്കുന്നവരാണ് പ്രതികൾ. സുഗന്ധമുറുക്കാൻ കടയുടെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കും. അവിടെ നിന്ന് പാഴ്സൽ വാഹനങ്ങളിൽ കൊട്ടിയത്തെ വാടക വീട്ടിൽ എത്തിക്കുകയായിരുന്നു പതിവ്. വർഷങ്ങളായി ഇരുവരും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നു എന്നാണ് സൂചന. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.